വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. KTDC ചെയർമാനും CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ PK ശശിക്കെതിരെ CPM അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അന്വേഷണ കമ്മീഷന്റെ അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണ് വന്നിരിക്കുന്നത്. പാർട്ടി ഫണ്ടിൽ നിന്നും PK ശശി ലക്ഷങ്ങൾ തിരിമറി നടത്തി എന്നാണ് ഇപ്പോൾ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ PK ശശി ഇന്ന് രാജിവെക്കും. അനുഷ ഭരതനാണ് വിവരങ്ങൾ നൽകുന്നത്. അനുഷ, പാർട്ടി ഫണ്ടിൽ നിന്നാണ് ഇത്തരത്തിൽ ലക്ഷങ്ങൾ തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ തിരിമറി ഉണ്ടായത് എന്ന് പാർട്ടി കണ്ടെത്തലുകൾ വ്യക്തമാക്കുന്നുണ്ടോ? എന്താണ് വിവരം? ഫിജി CITU ജില്ലാ പ്രസിഡന്റും പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും KTDC ചെയർമാൻ കൂടിയായ PK ശശിക്കെതിരെ ഗുരുതര ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ഇത് ശരിയാണ്, ഈ ആരോപണങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്ന് പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി കഴിഞ്ഞു. അതിന്റെ ഭാഗമായി PK ശശി ഇന്ന് തന്നെ രാജിവെക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ PK ശശി രാജിവെച്ച് ഈ ഔദ്യോഗിക പദവിയും ഔദ്യോഗിക വാഹനവും കൈമാറാനായി തിരുവനന്തപുരത്തേക്ക് KTDC ചെയർമാന്റെ ഔദ്യോഗിക പദവിയും ഒപ്പം തന്നെ ഔദ്യോഗിക വാഹനവും കൈമാറാനായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ മറ്റ് എല്ലാ പാർട്ടിയുടെ ഔദ്യോഗിക പദവികളും PK ശശി ഈ ആരോപണത്തിന്റെ ഭാഗമായി രാജിവെക്കും എന്നും അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു പാർട്ടി അംഗത്വം മാത്രമായിരിക്കും, പ്രാഥമിക അംഗത്വം മാത്രമായിരിക്കും PK ശശിക്കുണ്ടാവുക. ഇതിൽ പ്രധാനമായും 20 ലക്ഷത്തോളം രൂപയുടെ ഫണ്ട് തട്ടിപ്പ് നടത്തി എന്നാണ് PK ശശിക്കെതിരായി വരുന്ന അന്വേഷണ റിപ്പോർട്ട്, പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ 10 ലക്ഷം പാലക്കാട് ജില്ലാ സമ്മേളനത്തിനായി മാറ്റിവെച്ച ഫണ്ടിൽ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി. ഒപ്പം തന്നെ മറ്റൊരു 10 ലക്ഷം CPIMന്റെ മണ്ണാർക്കാട് പാർട്ടി ഓഫീസിനായി ഉള്ള ഫണ്ടിൽ നിന്ന് ഒരു 10 ലക്ഷം മാറ്റി എന്ന രീതിയിലാണ് പുറത്തു വരുന്നത്. അതായത് 20 ലക്ഷത്തോളം രൂപയുടെ ഫണ്ട് തട്ടിപ്പ് നടത്തി. വലിയ രീതിയിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് PK ശശിക്കെതിരെ ഉയരുന്നത്. അതിൽ പ്രധാനമായും ഒന്ന് ഈ പാർട്ടി ഫണ്ട് തട്ടിപ്പായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നീക്കങ്ങളല്ല ഈ ഒരു PK ശശിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് വലിയ രീതിയിൽ ആരോപണം വന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിൽ സാമ്പത്തിക തിരിമറി നടന്നു, സ്വജനപക്ഷപാതം നടന്നു എന്നും PK ശശിക്കെതിരെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മറ്റൊന്ന് CPIMന്റെ ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിമർശനമാണ് ഉയർന്നത്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ഈ PK ശശിയെ ഒഴിവാക്കും എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനിച്ചിരുന്നു. ഇതോടുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാഥമിക അംഗത്വം മാത്രമായിരിക്കും ഇനി PK ശശിക്കുണ്ടാവുക. മറ്റൊന്ന്, അനുഷ, ഈ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി നേരത്തെ സംസാരിച്ചത് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല, അത്തരത്തിലുള്ള രാജി വെച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിന് വിരുദ്ധമാണ് കാര്യങ്ങൾ എന്നാണോ വ്യക്തമാകുന്നത്? പാർട്ടിയിൽ നിന്ന് വലിയ സമ്മർദ്ദം ശക്തി ശശിക്ക് മേലുണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഇന്നലെയായിരുന്നു പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നത്. അത് MV ഗോവിന്ദന്റെ നേതൃത്വത്തിലായിരുന്നു ചേർന്നത്. വലിയ രീതിയിലുള്ള വിമർശനമാണ് PK ശശിക്കും മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്കുമെതിരെ ഉയർന്നത്. ഇതിൽ തന്നെ മണ്ണാർക്കാടിലെ ഏരിയ സെക്രട്ടറിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നിരുന്നു. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിനായി പണം പിരിച്ചത് പാർട്ടിയെ അറിയിച്ചില്ല. ഒപ്പം തന്നെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളെയെല്ലാം വ്യക്തി താല്പര്യത്തിനായി PK ശശി ഉപയോഗിച്ചു. ഇതോടൊപ്പം തന്നെ സഹകരണ ബാങ്കിൽ ഇഷ്ടക്കാരെ തിരുകി കയറ്റി. ഏറ്റവും പ്രധാനമായി PK ശശിയുടെ താല്പര്യത്തിനായി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പ്രവർത്തിച്ചു എന്നൊരു ആരോപണവും ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു. ഇതിന്റെ ഭാഗമായി ഏരിയ സെക്രട്ടറിക്കുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും പാർട്ടി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ഒപ്പം തന്നെയായിരുന്നു ഇന്നലെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ PK ശശിക്ക് രാജിവെക്കാതെ മറ്റു വഴികളില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം PK ശശി തീർച്ചയായും ഇന്ന് വൈകിട്ടോടുകൂടി രാജിവെക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. MV ഗോവിന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിന് വേണമെങ്കിൽ, അതായത് PK ശശിക്ക് താല്പര്യമുണ്ടെങ്കിൽ രാജിവെക്കാം, അത് വ്യക്തിപരമായ താല്പര്യമാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ രാജിവെക്കാം എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഫിജി, അനുഷ, ഈ PK ശശിയുടെ കാര്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, പാർട്ടിയിൽ ഇതിനു മുമ്പും ചില തലവേദനകൾ PK ശശിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഒരു വശത്ത് പാർട്ടി ഇദ്ദേഹത്തെ മുറുകെ പിടിക്കുന്നു, അല്ലെങ്കിൽ ശശി പാർട്ടിയിൽ ശക്തനായി നിലകൊള്ളുന്നു എന്നുള്ള ചില കാര്യങ്ങളും ഉണ്ട്. അതിനിടെയാണ് ഇപ്പോൾ KTDC ചെയർമാൻ പദവി വരെ ഈ ഒരു വിവാദങ്ങൾക്ക് ശേഷമൊക്കെയാണ് അദ്ദേഹം സ്ഥാനം ലബ്ധിയൊക്കെ ഉണ്ടായത്. ഇപ്പോഴും പാർട്ടിയിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു നേതാവ്, അല്ലെങ്കിൽ പാർട്ടിയിൽ അഴിമതി കാട്ടുന്ന ഒരു നേതാവ് എന്നുള്ള തരത്തിലുള്ള ലേബലുകളെല്ലാം ഈ വ്യക്തിക്കുള്ളതല്ലേ?
തീർച്ചയായും പി കെ ശശി എന്ന് പറയുന്നത് പാലക്കാടിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ വളരെ ശക്തനായ ഒരു നേതാവ് തന്നെയാണ്. ഇതിനു മുൻപും പലതരത്തിലുള്ള ആരോപണങ്ങൾ പി കെ ശശിക്ക് നേരെ ഉയർന്നപ്പോഴും സമാനമായ രീതിയിൽ പി കെ ശ്രീമതി അടക്കമുള്ള ചില അന്വേഷണ കമ്മീഷനുകളെല്ലാം പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുകയും ശശി കുറ്റമൊന്നും ചെയ്തില്ല, ശശി എല്ലാ കാലവും ഒരു രക്ഷപ്പെടൽ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിൽ നടത്തിയ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ഗുരുതരമായ വീഴ്ച ശശിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഉണ്ടാകാൻ പാടില്ലാത്ത ജീവിതശൈലിയാണ് ശശിക്കുള്ളത്. അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാമാണ് ഉയർന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് 20 ലക്ഷത്തോളം രൂപ പാർട്ടി ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു എന്നതിന് കൃത്യമായ തെളിവുകൾ ഉള്ളതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം ഒരു തീരുമാനം വന്നതും. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയെല്ലാം പിരിച്ചു വിട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശശിക്കെതിരെ എന്തായാലും നടപടി ഉണ്ടാകും. നേരിട്ട് പുറത്താക്കുന്നതിന് പകരമായി ഈ ഔദ്യോഗിക പദവികളിൽ നിന്നും പാർട്ടി പുറത്താക്കുന്നതിന് പകരം സ്വയം ഒഴിയണമെന്നൊരു നിർദ്ദേശം ലഭിച്ചതുകൊണ്ട് തന്നെയാണ് പി കെ ശശി തിരുവനന്തപുരത്ത് പോയി KTDC ചെയർമാൻ പദവി രാജിവെക്കുകയും ഒപ്പം ഔദ്യോഗിക വാഹനം കൈമാറുകയും അതോടൊപ്പം തന്നെ മറ്റ് ഈ CITU ജില്ലാ പ്രസിഡന്റ്, പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം തുടങ്ങിയ ഔദ്യോഗിക പദവികളിൽ നിന്നും രാജിവെക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. ഫിജി. ശരി അനുഷ, എന്തായാലും പി കെ ശശി പാർട്ടിക്ക് ഇപ്പോൾ അനഭിമിതനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വലിയ ശക്തമായ സമ്മർദ്ദം ശശിക്ക് മേൽ പാർട്ടിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. KTDC സ്ഥാനം രാജിവെക്കാൻ സാധ്യത, ഉടൻ തന്നെ രാജി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടി ഫണ്ടിൽ 20 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയെന്നാണ് ഇപ്പോൾ ശശിക്കെതിരായ കണ്ടെത്തൽ.